Hey guys, welcome back to our Punya Vlogs. ഉറക്കത്ത് നിന്ന് എണീപ്പിച്ച് ഇസാബേബിനെ കൊണ്ട് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇസാബേബിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. ബ്രഷ് ചെയ്ത് കുളിപ്പിച്ചിട്ട് ഫ്രഷ് ആക്കിയിട്ടാണ് ഇസാബേബിനെ എണീപ്പിച്ചത് കേട്ടോ. ബട്ട് തലക്ക് കുളിപ്പിച്ചിട്ടില്ല. രാവിലെ തന്നെ തലക്ക് കുളിപ്പിച്ച് വയ്യ ജലദോഷം എല്ലാം പിടിക്കണ്ട വെച്ചിട്ടാണ് തലക്ക് കുളിപ്പിക്കാത്തത്. പക്ഷെ തലക്ക് കുളിപ്പിക്കാത്തത് കാരണം ഇസാബേബിക്ക് ഉണർവ് വന്നിട്ടില്ല. ആളിപ്പോഴും ഉറക്കത്ത് തന്നെയാണുള്ളത്. ഞാനിപ്പോൾ ഫീഡ് ചെയ്യുന്ന സമയത്തും ഇസാബേബി ഉറങ്ങിപ്പോയി, എന്നിട്ട് എണീച്ചതാണ് ഇത്. അതുകൊണ്ടാണ് ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇസാബേബിന്റെ ഡ്രസ്സിംഗ് ഒന്നും ആക്കിയിട്ടില്ല. എല്ലാം നമ്മൾ പാക്കാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അവിടെ എത്തിയിട്ടാണ് നമ്മൾ ഡ്രസ്സെല്ലാം ചെയ്യുന്നത്. രജനി ചേട്ടനും വന്നിന്. ആ സമയത്ത് ഞാൻ ബാക്കിലാണ് ഇരുന്നത്. പിന്നെ ഈ ഒരു ഫോട്ടോഗ്രാഫിനെ നമുക്ക് സെറ്റാക്കി തന്നത് രജനി ചേട്ടൻ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം, അതായത് ഇസാബേബിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഈ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ പാലക്കുന്ന് അമ്പലത്തിന്റെ ഉള്ളോട്ടുള്ള റോഡിലാണ്. അവിടുത്തെ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല. കാപ്പിൽ ബീച്ച് അല്ല കേട്ടാ. ഏകദേശം 2-3 ആളെന്നോട് കാപ്പിൽ ബീച്ചാണോ എന്ന് എന്നോട് ചോദിച്ചിന്. ഇതല്ല കാപ്പിൽ ബീച്ച്. കാപ്പിൽ ബീച്ച് അപ്പുറത്താണ്. ഇത് വേറെ സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേര് എനിക്കറിയില്ല. അങ്ങനെ അവിടെ എത്തിയിട്ട് ഇസാബേബിന്റെ ഡ്രസ്സെല്ലാം നമ്മൾ ചേഞ്ച് ആക്കിയേ. ഫോട്ടോഗ്രാഫിന്റെ പേര് കൃപേഷ് എന്നാണ്. കൃപേഷ് ചേട്ടൻ വരണം അത്രയും തോന്നുന്ന സമയം നമ്മൾ എടുത്ത ഫോട്ടോഷൂട്ട്, അതായത് ഇസാബേബിന്റെ ഫോട്ടോക്ക് കുറേ ആള് കമന്റ് ഇട്ടിന്. ഇത് എവിടുന്നാന്ന് എടുത്തത്, നല്ല പിക്കായിന് ആരാന്ന് എടുത്തതെന്നെല്ലാം ചോദിച്ചു. അങ്ങനെ ഒരു നല്ല പിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതിന്റെ പിന്നില് വേറൊരു വലിയ കഥയുണ്ട്. നമ്മൾ ഇത്ര രാവിലെ എണീച്ചിട്ട് ഫോട്ടോഷൂട്ടിന് പോയത് സത്യം പറഞ്ഞാൽ വെറുതെ. ഇവക്കൊരു മൂടുമില്ല. എത്ര ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കുന്നുമില്ല. ഒരുമാതിരി കരഞ്ഞോണ്ടിരിക്കുന്നു. എനിക്ക് ഈ കുപ്പായം വേണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ വാശിയും. നമ്മൾ കുറേ പരിശ്രമിച്ചിട്ടൊന്നും നടന്നിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഉറങ്ങി എണീച്ചതുകൊണ്ടായിരിക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പാലും എടുക്കാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ടും ഇസാബേബി നോർമൽ ആയിട്ടില്ല. ഇന്നെന്തായാലും ഈ രാവിലെ എന്തായാലും ഇത് നടക്കൂലെന്ന് എനക്കും ഏട്ടനും ഉറപ്പായി. അങ്ങനെ നമ്മൾ ഈവനിങ്ങിന് ഇത് മാറ്റി വെച്ചു കേട്ടോ. കൃപേഷ് ചേട്ടനോട് പറഞ്ഞപാട് കൃപേഷ് ചേട്ടൻ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് വൈകുന്നേരം നോക്കാന്ന് പറഞ്ഞു. ഈ കൃപേഷ് ചേട്ടനെ എനക്കും ഏട്ടനും കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ഇന്ന് എന്തായാലും എടുക്കാൻ പറ്റൂല, നമുക്കിത് പിന്നത്തേക്ക് മാറ്റി വെച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ആള് വേഗം ഓക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പിന്നെ മടങ്ങുന്നത്. അങ്ങനെ പോകുന്ന പോക്കിന് നമ്മൾ 4 പേര്, അതായത് ഏട്ടനും രജനി ചേട്ടനും ഈ കൃപേഷ് ചേട്ടനും ഉണ്ടായിനി, പിന്നെ ഞാനും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയെല്ലാം കുടിച്ചിട്ടാണ് പോകുന്നത്. ഇസാബേബിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിനി. അതുകൊണ്ടാണ് ഇസാബേബി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാത്ത കേട്ടോ. ആർക്കിങ്ങനെ നേരത്തെ എണീച്ച് ശീലമില്ല. അങ്ങനെ എന്തായാലും ഫോട്ടോ കിട്ടൂല, നമുക്ക് വൈകുന്നേരം സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. അങ്ങനെ ഈവനിങ്ങിന് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കുമ്പോഴത്തേക്കും നമ്മളെ നാട്ടിലുള്ള, അതായത് ഈ കാറ്റാടി നാട്ടിൽ തന്നെയുള്ള ഒരു ഏട്ടൻ സൂയിസൈഡ് ചെയ്തു. ആ സൂയിസൈഡ് ചെയ്ത ആള് എൻ്റെ ഏട്ടൻ ഒന്നിച്ച് പഠിച്ച ഒരാളാണ്. അങ്ങനെ അന്നത്തെ ദിവസത്തെ നമ്മളെ ഫോട്ടോഷൂട്ട് തന്നെ നമ്മൾ മാറ്റി. അങ്ങനെ നമ്മൾ 12-ാം തീയതി രാത്രി ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടിന്റെ സ്ഥലം മാറ്റിയിട്ടാ. ഈ ലൊക്കേഷൻ എവിടെ വരുന്നതെന്ന് വെച്ചാൽ സൗത്തില് വൈബ് ഇൻഡോർ സ്റ്റുഡിയോ ആണ്. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ഇസാബേബിന്റെ ഫോട്ടോഷൂട്ടെല്ലാം സെറ്റ് ആയത്. സത്യം പറഞ്ഞാൽ ഇവിടെയും കുറച്ച് പണി അധികം ഉണ്ടായിന്ന് വെച്ചാൽ അവിടെ കുറച്ച് കളിക്കേണ്ട ഐറ്റംസ് എല്ലാം ഉണ്ടായിനി. കാറ് അങ്ങനത്തെ എല്ലാം കാണുമ്പോൾ ഇസാബേബിക്ക് ഫോട്ടോ എടുക്കേണ്ട മൂഡ് ഒട്ടും ഉണ്ടായിട്ടില്ല. ഇവിടെ കൃപേഷ് ചേട്ടന്റെ വൈഫും മോളും കൂടി ഉണ്ടായിന് കേട്ടോ. ആളും ഒരു യൂട്യൂബർ തന്നെയാണ്, എന്നെ പോലെ തന്നെയാണ്. ഇപ്പം തുടങ്ങിയത്രേ ഉള്ളൂ കേട്ടോ. നമ്മളോടൊരു 7:30 ആ ടൈമിനാണ് അവിടെ എത്താൻ പറഞ്ഞത്. നമ്മളവിടെ പോകുന്ന സമയത്ത് ദീപാവലിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ കൃപേഷ് ചേട്ടന്റെ വൈഫ്. അങ്ങനെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടെല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം ഇസാബേബിന്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ തുടങ്ങി കേട്ടോ. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ കാറ് കളിക്കാൻ കൊടുത്തതാണ് കേട്ടോ. കാറിൽ നമ്മൾ എപ്പോൾ ഇരുത്തിന് അതിന് ശേഷം ഇവള് കാറിന് മുകളിൽ എണീച്ചിട്ടില്ല. അങ്ങനെയാണ് ഇസാബേബിന്റെ ഇങ്ങനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചത് കേട്ടോ. അങ്ങനെ ഈ കാറിലുള്ള 2-3 പിക്ക് എങ്ങനെല്ലോ എടുത്തിട്ട് എങ്ങനെല്ലോ നമ്മൾ ആ കാർ അവിടുന്ന് മാറ്റി. കൂടാണ്ട് നമ്മൾ കുറച്ച് കപ്പിൾ ഫോട്ടോസും എടുക്കാനുണ്ടായി. നമ്മൾ സാധാരണ എപ്പോൾ എടുക്കുന്ന പോലെയല്ല എടുത്തത്. ഈ പ്രാവശ്യം കുറച്ച് റൊമാൻറ്റിക് പിക്കാണ് എടുത്തത്.
അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടെല്ലാം കഴിയുമ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വിട്ടത് ഇട്ടമ്മയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.